നമസ്കാരം. ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു പാചകമാണ്. നമ്മുടെ നെസ്കഫെ കാപ്പിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കോഫി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കണം. കൂടാതെ നമുക്ക് നമ്മുടെ കപ്പ വറുത്തതും അതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അതൊക്കെ കഴിക്കാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നമ്മൾ അടുപ്പത്ത് ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. നമുക്ക് നല്ല പശുവും പാലാണ് ഒഴിക്കുന്നത്. നമ്മൾ അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ക്യാമറ ഒറ്റ കൈ കൊണ്ട് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഘട്ടത്തിലേക്ക് കിടക്കാം. കടയിൽ നിന്ന് വാങ്ങിച്ച 10 രൂപയുടെ നെസ്കഫയുടെ കോഫി പൗഡറാണത്. ഇതാണ്. നമുക്ക് പാല് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടിച്ച് അതിലേക്കിടും. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മൾ നല്ലൊരു നെസ്കഫയുടെ കോഫി നമ്മൾ തയ്യാറാക്കുന്നതാണ്. എന്തായാലും പാലൊക്കെ തിളച്ച് വെന്ത് നമുക്ക് ഏകദേശമൊക്കെ തിളച്ച് വെന്ത് അതിലേക്ക് നമുക്കിത് ഒരു പാക്കറ്റ് ഫുൾ ഇടാം. കാരണം നമുക്ക് അത്യാവശ്യം കടുപ്പൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മളിടുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി. നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. നമ്മളിത് പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ നമുക്കിത് കട്ട പിടിക്കും. ഇതിൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമ്മൾ ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് നമുക്ക് ആറ്റി നമുക്കിത് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ പുള്ളി വറുത്തത്, അതായത് കപ്പ വറുത്തതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. മഴക്കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഇതാണ്. നമുക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിൽ പഞ്ചസാര ഇടാം. ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന്, ഒരാൾക്കൊക്കെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമുക്കിടാം. ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. നമുക്കിത് ഇളക്കിയിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലൊഴിച്ച് നമുക്ക് പുളി വറുത്തതായിട്ട് നമുക്ക് കഴിക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നമ്മുടെ പുളി വറുത്തത് ഒരു വിഭവമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ വേറൊരു വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ്. നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ഇത് പകർത്താം. നമുക്ക് നല്ല കാപ്പി, ഇവിടെ നെസ്കഫയുടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി വറുത്തത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഇതാണ്. ഇവിടെ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ. എന്തായാലും നിങ്ങളെല്ലാവരും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വിഭവമായി എത്തുന്നതിന് നന്ദി, നമസ്കാരം.